Hi friends, Assalamualaikum. Welcome back Shanshabi recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ബീറ്ററും ഒന്നുമില്ലാതെ ഒരു വിസ്ക് കൊണ്ട് എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെയായിരുന്നു ചെയ്തത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബീറ്ററൊന്നുമില്ലാതെ വെറും ഒരു വിസ്ക് കൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കി എടുത്തത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വിവോൻ്റെ ക്രീമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ക്രീമാണിത്. വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ക്രീം. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഇതിന് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല. 115 1 ലിറ്ററിന് വരുന്നുള്ളൂ. ഇതിൽ പ്രൈസിൽ 220 കാണിച്ചിട്ടുണ്ടെങ്കിലും 115 വരുന്നുള്ളൂ. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഞാൻ ഒരു 3/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റാപ്പിൾ ചെയ്ത് പിന്നെ ഒരു സെല്ലോ ടേപ്പാണ്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ബാക്ടീരിയാസ് കിടക്കുന്നതാണ്. നേരെ അത് ഫ്രീസറിൽ വെക്കണം. നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കരുത്. യൂസ് ചെയ്യുന്നതിന് മുന്നേ അത് തലേദിവസം തന്നെ ഫ്രിഡ്ജിനെ ഡോർമക്ക് മാറ്റണം. അവിടെ ആയിരിക്കും സേഫ്. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വിസ്കും പിന്നെ ആ ബൗളും നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. നല്ലപോലെ ഫ്രിഡ്ജിൽ വെക്കണം. അതും തലേന്ന് തന്നെ വെക്കുന്നത് നല്ലത്. പിന്നെ വലിയ ബൗളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ കൊള്ളാൻ പണിയെടുക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ ആ ബൗളിൻ്റെയൊക്കെ തണുപ്പും മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ആ ബൗളിനേക്കാൾ വലിയൊരു ബൗളിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഐസ് ക്യൂബ്സ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം, നമുക്ക് ആവശ്യം വരും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ബൗള് ഇറക്കി വെക്കുക. നല്ല പോലെ ബീറ്റ് ചെയ്യണം. എത്രത്തോളം സ്പീഡ് എടുക്കാൻ കഴിയുമോ അത്രത്തോളം സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യണം. പിന്നെ കൈ കടയാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് നിർത്തണം. പിന്നെ സ്പീഡ് കുറക്കാൻ പാടില്ല. കുറച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഏത് സ്പീഡിലാണ് നിർത്തിയത് ആ സ്പീഡിൽ തന്നെ പിന്നെയും നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം പറഞ്ഞാൽ ഒരു ലൈറ്റ് മധുരമായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര ക്രിസ്റ്റലായി ഇട്ടാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം മെൽറ്റായി പോവും. അതുകൊണ്ടാണ് ആദ്യം നല്ല സ്റ്റിഫായി കിട്ടിയെങ്കിലും പിന്നീട് അത് മെൽറ്റായി പോകാൻ സാധ്യത ഉണ്ട്. എനിക്കിപ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഞാനിത് ബീറ്റ് ചെയ്ത സമയമെടുത്തു. കൈ കടയുമ്പോൾ നമ്മൾ നിർത്തി ആ ടൈം കൂടി കൂട്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കിട്ടും. ഇപ്പോൾ നല്ലപോലെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഞാനത് ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ബീറ്ററില്ല. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ അപ്പോൾ ഞാൻ ഈ വിസ്ക് കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ വിശ്വസിക്കാം. 100% ഉറപ്പാണ്. കാരണം എനിക്കിത് സക്സസ്ഫുള്ളായി കിട്ടി. ഇതേ മെത്തേഡ് നിങ്ങളും യൂസ്ഫുൾ ആക്കിയാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി കിട്ടും. പിന്നെ ബീറ്ററാണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് ഇത് തീർക്കാവുന്നതാണ്. ഇതൊരു അരമണിക്കൂർ കൃത്യ ടൈം, വെയിറ്റ് ടൈമും കൂടിയിട്ട് ഒരു 3/4 മണിക്കൂർ കൂടി ഞാൻ കൂട്ടിയിട്ടുണ്ട്. അതാ സംഭവിച്ചത്. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത കേക്കുകളാണ്. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.